ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ഇന്ന് ചാമ്പ്യൻസ് കപ്പിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നു. 1-നെതിരെ 3 ഗോളുകൾക്കാണ് അവർ കൻസാസ് സിറ്റിയെ ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മെസ്സി ഒരു ഗോൾ കണ്ടെത്തിയിട്ടുണ്ട്. സുവാരസ് ഒരു ഗോളും ഒരു അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതോടുകൂടി അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറാൻ ഇപ്പോൾ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനു മുൻപ് MLS-ൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ ന്യൂയോർക്ക് സിറ്റി FC-യോട് ഇന്റർ മയാമി സമനില വഴങ്ങുകയായിരുന്നു. രണ്ട് ടീമുകളും 2 ഗോളുകൾ വീതമായിരുന്നു മത്സരത്തിൽ നേടിയിരുന്നത്. ഈ മത്സരത്തിന് ശേഷം മെസ്സി റഫറിയുമായി ഒന്ന് തർക്കിച്ചിരുന്നു. അതിന്റെ ഫലമായിക്കൊണ്ട് മെസ്സിക്ക് യെല്ലോ കാർഡ് ലഭിക്കുകയും ചെയ്തിരുന്നു. ആ സംഭവത്തിനടുക്ക് ന്യൂയോർക്ക് സിറ്റി FC-യുടെ അസിസ്റ്റന്റ് പരിശീലകനെ ലയണൽ മെസ്സി കഴുത്തിന് പിടിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. ലൂയിസ് സുവാരസും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ശാരീരികമായി അവിടെയുള്ള ഒരു ടച്ചുകളൊക്കെ നടന്നു എന്നുള്ളതാണ്. അക്കാര്യത്തിൽ MLS ഇപ്പോൾ മെസ്സിക്കും സുവാരസിനും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേർക്കും ബാനുകൾ അഥവാ വിലക്കുകൾ ഒന്നും വന്നിട്ടില്ല. മറിച്ച് ഫൈൻ ചുമത്തുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ആ ഫൈൻ എത്രയാണ് എന്നുള്ളത് വെളിപ്പെടുത്താൻ MLS തയ്യാറായിട്ടില്ല. ഒരു അൺഡിസ്ക്ലോസ്ഡ് ഫൈനാണ് ചുമത്തിയിട്ടുള്ളത് എന്നാണ് MLS ഇപ്പോൾ ഒഫീഷ്യലായി കൊണ്ട് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫൈൻ ചുമത്തപ്പെട്ടെങ്കിലും ബാൻ ലഭിച്ചില്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. MLS-ൽ അടുത്തതായി നടക്കുന്ന മത്സരത്തിൽ ഹൂസ്റ്റൺ ആണ് ഇന്റർ മയാമിയുടെ എതിരാളികൾ. ആ മത്സരത്തിന് മെസ്സിയും സുവാരസും ലഭ്യമായിരിക്കും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരുമായി വീണ്ടും കാണാം.